VMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് കണ്ണൂർ കോർപ്പറേഷൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും KPCC അംഗവുമായ റിജിൽ മാക്കുറ്റിയാണ്. ആദികടലായിലെ പോരാട്ടത്തെക്കുറിച്ച്, നിയമസഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് ഇതൊക്കെ റിജിൽ മാക്കുറ്റി ഈ അഭിമുഖത്തിൽ തുറന്നു പറയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം UDFന് നൽകിയ വിജയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ചൂണ്ടുവലക തന്നെയാണ്. ഇടതുപക്ഷത്തിനെതിരെയുള്ള വലിയ രൂപത്തിലുള്ള ജനവികാരം ഈ കേരളത്തിലെമ്പാടുണ്ട് എന്നുള്ളതാണ്. അത് കണ്ണൂർ ജില്ലയിൽ പോലും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ, പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ കോട്ടകളിലാണ് ഉജ്ജ്വലമായ വിജയം UDFൻ്റെ, കോൺഗ്രസിൻ്റെ, ലീഗിൻ്റെ പ്രവർത്തകന്മാർ വിജയിച്ചു വന്നുള്ളത്. ജനങ്ങൾ ഞങ്ങളെ ആഗ്രഹിക്കുന്നു, UDF വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. ആ മാറ്റം പിണറായി വിജയനും ഇടതുപക്ഷത്തിനും മാത്രമേ ആ മാറ്റം കാണാതിരിക്കാൻ പറ്റുന്നുള്ളൂ. ബാക്കി അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് ഉൾപ്പെടെ ഈ സർക്കാർ മാറുമെന്ന് സംബന്ധിച്ച് തർക്കമില്ലാതെ കാര്യം. ആശങ്കയുണ്ടായിരുന്നു, കാരണം ജയിക്കുമോ എന്നുള്ളൊരു ആശങ്ക ആദ്യഘട്ടത്തിലൊക്കെ എനിക്കുണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചക്ക വീണ് മുതൽ ചത്തുവെന്ന് കരുതി എല്ലാ കാലവും അങ്ങനെ ആവില്ലല്ലോ. അപ്പോൾ സ്വാഭാവികം ഇവർ രണ്ടാളും ഒന്നിച്ചാണ്. പിന്നെ ഒരു ഭാഗത്ത് ഈ പറയുന്ന വിമത സ്ഥാനാർത്ഥി വളരെ ശക്തമായി എനിക്കെതിരെ പ്രചരണം, SDPI അവരും അവരുടേതായ രൂപത്തിൽ വലിയ രൂപത്തിലുള്ള പ്രചരണം, അങ്ങനെ എല്ലാവരും നേരിട്ടുകൊണ്ടാണ് ഞാൻ അവിടെ മത്സരിച്ചതും. ആ മത്സരത്തിൻ്റെ ആത്യന്തികമായി അവസാനം വലിയ പ്രശ്നങ്ങൾ ഉൾപ്പെടെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അവസാനം എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി എനിക്കെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ സ്വാഭാവികമായിട്ടും എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായി. അതിനെയൊക്കെ അതിജീവിക്കാൻ എൻ്റെ രാഷ്ട്രീയ കരുത്ത്. ബീഫ് നിരോധനത്തിനെതിരായ പോരാട്ടത്തിൽ പരസ്യമായി കന്നുകുട്ടിയെ അറുക്കേണ്ടി വന്നതിനെക്കുറിച്ചും ഈ അഭിമുഖത്തിൽ റിജിൽ മാക്കുറ്റി വിശദീകരിക്കുന്നുണ്ട്. താൻ ചെയ്തത് തെറ്റ് എന്ന് ഇപ്പോഴും പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹം വിശദമാക്കുകയാണ്. ബീഫ് കഴിക്കുന്നതിന് പേരിൽ ആളുകളെ മൃഗീയമായി തല്ലിക്കൊല്ലുന്ന സംഘപരിവാർ ഭീകരതയ്ക്ക് എതിരായിട്ടുള്ള ഒരു പോരാട്ടം ഞാൻ നയിച്ചിരുന്നു. ആ നയിച്ചതിൻ്റെ ഭാഗമായി എനിക്കെതിരായി വലിയ രൂപത്തിൽ, പ്രത്യേകിച്ച് സംഘടനാപരമായ നടപടി പോലും ഒരു വർഷക്കാലം നേരിടേണ്ടി വന്ന ഒരാളാണ് ഞാൻ. എനിക്കൊരിക്കലും അത് തെറ്റാൻ തോന്നിയില്ല. എൻ്റെ വ്യക്തിപരമായി ഞാൻ നടത്തിയ ഒരു സമരം, ഒരു ഇതിനു വേണ്ടി നടത്തിയതാണ്, നീതിക്ക് വേണ്ടി നടത്തിയത്. മൂരിക്കുട്ടൻ്റെ ഇറച്ചി കഴിക്കുക അല്ലെങ്കിൽ പോത്തിനെ കഴിച്ചതിൻ്റെ പേരിൽ ആളെ കൊല്ലും, മനുഷ്യജീവനിലെ പ്രശ്നം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പരസ്യമായി ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു നിലപാടിൻ്റെ ഭാഗമാണ്. പരസ്യമായി ആളെ തല്ലിക്കൊല്ലുമ്പോൾ പരസ്യമായി പ്രതിഷേധിച്ചു എന്നുള്ളതാണ്. ആ വീഡിയോ ആണ് ഇടതുപക്ഷത്തിൻ്റെ കൗൺസിലർ എന്ത് ചെയ്തത്, സ്റ്റാറ്റസ് ആയിട്ടത്. ഓരോ വീടുകളിൽ പോയും പറഞ്ഞത് ഇവൻ പശുവെട്ടിയാണ്, ഇവൻ ഹിന്ദു വിരുദ്ധനാണ്, ഇവൻ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൻ്റെ പരിസരം മത്സരിക്കും, ഇവൻ ജയിക്കാൻ പാടില്ല എന്ന് അവർ വലിയ ക്യാമ്പയിൻ നടത്തിയിരുന്നു. അവിടെ അവർക്ക് 199 വോട്ടിൽ നിന്ന് അവർക്ക് 143 വോട്ടായി ചുരുങ്ങി. കണ്ണൂർ വിഷൻ VMH ക്വസ്റ്റ്യൻ അവർ ഞായറാഴ്ച രാത്രി 9 മണിക്ക് കണ്ണൂർ വിഷനിൽ. മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ.